സായികുമാർ, രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ ശബരിമല വിഷയത്തിൽ മാത്രമാണോ ഇപ്പോൾ NSS സർക്കാർ പിന്തുണ ആവർത്തിക്കുന്നത്? അങ്ങനെ മാത്രം വിലയിരുത്താനാകുമോ? വിനീത, ഒരിക്കലും അങ്ങനെ വിലയിരുത്താൻ കഴിയില്ല. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ആ സമയത്താണ് ഒരു നിർണായക നിലപാട് പറച്ചിലിപ്പോൾ NSSന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. ഇത് സർക്കാരിൻ്റെയും CPIMന്റെ ഒരു മൈക്രോ മാനേജ്മെന്റ്, ഈ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കണം, ഈ സാമുദായിക സംഘടനകളെ എങ്ങനെ പിന്തുണ തേടണം എന്നത് സംബന്ധിച്ച് അവർ നടത്തിയിട്ടുള്ള ഒരു മൈക്രോ മാനേജ്മെന്റിന്റെ ഒരു വിജയം എന്ന് തന്നെ പറയേണ്ടി വരും. 2018 നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്, ശബരിമലയിൽ ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ആദ്യം പ്രതിഷേധത്തിനിറങ്ങിയത്, നാമജപ ഘോഷയാത്രയുമായി ഇറങ്ങിയത് NSS ആണ്. അതിൽ എത്തിയ ആൾക്കൂട്ടത്തെ കണ്ടുകൊണ്ടാണ് പിന്നീട് കോൺഗ്രസും BJPയും ഒക്കെ അതിൻ്റെ ഭാഗമായതും അതിൻ്റെ നേതൃത്വത്തിലേക്ക് വരികയും ചെയ്തു. യഥാർത്ഥത്തിൽ അന്ന് ആ സമരത്തിന് തുടക്കമിട്ട സംഘടന NSS ആണ്. ഇപ്പോൾ അതേ പന്തളത്ത് കഴിഞ്ഞ ദിവസം ഒരു ബദൽ അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ ആ വേദിയിൽ NSS എത്താതിരിക്കുകയും മറിച്ച് അന്ന് എതിർത്ത സർക്കാർ നടത്തിയിട്ടുള്ള, ദേവസ്വം ബോർഡ് നടത്തിയിട്ടുള്ള പരിപാടിയിലേക്ക് NSSന്റെ പ്രതിനിധി എത്തിയത് തന്നെ കൃത്യമായിട്ടുള്ള ഒരു സന്ദേശമായിരുന്നു. അതിൽ ഇന്നിപ്പോൾ ജി സുകുമാരൻ നായർ വളരെ കൃത്യമായ അദ്ദേഹത്തിന്റെ നിലപാട് പറയുകയും ചെയ്യുകയാണ്. സർക്കാർ നിലപാട് മാറ്റി അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സർക്കാരുമായി ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു എന്ന് തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ NSS ഇതുവരെ സമദൂരമാണെങ്കിൽ കുറെ കൂടി കൃത്യമായി ഇപ്പോൾ നിലപാട് പറയുന്നു എന്ന് തന്നെ വേണം പറയാൻ. കഴിഞ്ഞ കുറേ നാളുകളായി NSSുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ CPMും LDFും ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ആശുപത്രിയിൽ കഴിയുന്ന ജി സുകുമാരൻ നായരെ ആശുപത്രിയിലെത്തി പിണറായി വിജയൻ കാണുന്നു. അതോടൊപ്പം VN വാസവനെ മുൻനിർത്തിക്കൊണ്ട് ഇവർക്കിടയിലുള്ള ഒരു പാലമായി എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതേ രീതിയിൽ തന്നെ SNDPയുമായി വെള്ളാപ്പള്ളി നടേശനെയും കൂടെ നിർത്താനുള്ള സർക്കാർ. അപ്പോൾ ഈ രണ്ട് പ്രബല സംഘടനകളെയും കൂടെ നിർത്താനുള്ള ഒരു നീക്കത്തിന്റെ ഒരു വിജയം കൂടിയാണ് യഥാർത്ഥത്തിൽ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഉണ്ടായത്. അവിടെ വേദിയിൽ സദസ്സിൽ ആളില്ല എന്നൊക്കെ പറഞ്ഞ് പ്രതിപക്ഷം കളിയാക്കുന്നുണ്ടെങ്കിലും അവിടെ എത്തിയിട്ടുള്ള പിണറായി വിജയൻ അടക്കമുള്ള ഉദ്ഘാടകരുടെ അല്ലെങ്കിൽ അതിൽ പ്രസംഗിച്ച ആളുകളുടെ നീണ്ട നിര എടുത്താൽ അത് സമ്പന്നമായിരുന്നു. അവിടെ എത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട സംഘടനകളുടെ എല്ലാം പ്രതിനിധികളെ എത്തിക്കാൻ കഴിയുകയും ചെയ്തു. അതോടൊപ്പമാണ് ജി സുകുമാരൻ നായരുടെ ഈ പ്രശംസാ വാക്കുകൾ കൂടി വരുന്നത്. അത് വെറും അയ്യപ്പ സംഗമത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രം നമുക്ക് കൂട്ടിവായിക്കാൻ കഴിയില്ല. അത് തന്നെയാണ്. ഇപ്പോൾ ശരത് SS കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശരത്, ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായി തന്നെ NSSന് പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് നമ്മൾ കണ്ടു. മാത്രമല്ല ഒരു പടി കൂടി കടന്ന് അദ്ദേഹം കൃത്യമായൊരു വിലയിരുത്തൽ നടത്തി. തെരഞ്ഞെടുപ്പിൽ LDFന് ഗുണം ചെയ്യും NSSന്റെ നിലപാട് എന്നതാണ് SNDP യോഗം പറയുന്നത്. ഫലത്തിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിലൂടെ NSSനെയും SNDPയെയും കൂട്ടിച്ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് കഴിയുന്നു LDFന് എന്നതാണ്. തീർച്ചയായും വിനീത, അത് തന്നെയാണ്. അതായത് വെള്ളാപ്പള്ളി നടേശൻ ഇന്നിപ്പോൾ NSS നിലപാട്, ശബരിമല വിഷയത്തിലുള്ള NSS നിലപാടിനെ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് നേരത്തെ വിഷയാധിഷ്ഠിതമായിട്ടാണ് NSS നിലപാടെടുത്തത്. സ്ത്രീ പ്രവേശനം നടത്തിയ സമയത്ത് സർക്കാർ വിരുദ്ധ നിലപാടായിരുന്നു NSSനുണ്ടായിരുന്നു. പക്ഷേ സർക്കാർ ആ നിലപാടിൽ നിന്ന് പിന്മാറി. അത് മനസ്സിലാക്കിയതോടുകൂടിയാണ് നിലവിൽ ഇപ്പോൾ NSS പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. ഒപ്പം NSSന്റെ നിലവിലെ നിലപാട് പറയുന്നത് പോലെ അത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തന്നെയാണ് ഗുണം ചെയ്യുക. കോൺഗ്രസിന് ശബരിമല ഈ അയ്യപ്പ സംഗമ വിഷയത്തിൽ ഒരു കൃത്യമായ നിലപാടുണ്ടായിരുന്നില്ല. ആടിയുളഞ്ഞ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. അതൊക്കെ തന്നെ കോൺഗ്രസിന് എതിരാകും. നിലവിൽ NSS പറഞ്ഞത് കോൺഗ്രസിനെതിരാണ്, അല്ലെങ്കിൽ സർക്കാരിന് അനുകൂലമായിട്ടാണ് ഈ ജി സുകുമാരൻ നായർ പ്രതികരിച്ചത് എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാക്കുമെന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അങ്ങനെ സർക്കാരിനെ പിന്തുണച്ച് തന്നെയാണ് SNDPയും ഒപ്പം NSSന്റെ നിലപാടിനെ സ്വാഗതം ചെയ്തുമാണ് വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നിരിക്കുന്നത്. ശരി, ഇപ്പോൾ റഹീസ് റഷീദ് കൂടി ചേരുകയാണ്. റഹീസ്, ഏതായാലും വെട്ടിലായ മട്ടിലാണ് കോൺഗ്രസ് ഉള്ളത്. നേരത്തെ രമേശ് ചെന്നിത്തല പറയുന്നത് നമ്മൾ കേട്ടു. ഇത് ശബരിമലയെ കരുതിയുള്ള അല്ലെങ്കിൽ ശബരിമല വിഷയത്തിൽ മാത്രമുള്ള NSSന്റെ നിലപാട് എന്നതാണ്. പക്ഷെ അങ്ങനെയാണോ കാര്യങ്ങൾ? ഇപ്പോൾ സുകുമാരൻ നായരെ നേരിട്ട് കണ്ടേക്കും കോൺഗ്രസ് നേതാക്കൾ അത്തരത്തിലൊരു നീക്കം നടത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. BJPയും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തില്ല എന്ന രീതിയിലുള്ള വിമർശനം ഉയർത്തുമ്പോൾ എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കാൻ പോകുന്നത്? വിനിത, NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പരസ്യമായി എടുത്ത നിലപാട് കോൺഗ്രസിനെയും BJPയെയും ഒരേപോലെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സമദൂര നിലപാടെന്ന് മുൻപ് NSSന്റെ ജനറൽ സെക്രട്ടറിമാർ പറയുന്ന സമയത്തും UDFന് അനുകൂലമായ ഒരു നിലപാട് അവർ പലപ്പോഴും എടുത്തിരുന്നു. പക്ഷേ ഇപ്പോഴവർ കൃത്യമായ നിലപാട് LDFന് അനുകൂലമായി എടുക്കും എന്ന് ഒരു ഘട്ടത്തിൽ പോലും UDFും BJPയും കരുതിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടെ NSS ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണത്തോട് പ്രതികരിക്കുക എന്നതാണ് ഇരു പാർട്ടികളും
നേതൃതലത്തിലെടുത്ത തീരുമാനം. പ്രത്യേകിച്ച് കോൺഗ്രസ് ആണെങ്കിൽ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു പ്രതികരണം വരുമ്പോൾ ഏതെങ്കിലും കോണിൽ നിന്ന് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാക്കൾ ഇതിനെ വിമർശിച്ചൊക്കെ രംഗത്ത് വരാനുള്ള ഒരു സാധ്യത നേതൃത്വം മുൻകൂട്ടി കാണുന്നുണ്ട്. അതുകൊണ്ട് ആ തരത്തിൽ പ്രതികരണം നടത്തുന്ന നേതാക്കളോടും ഈ വിഷയത്തിൽ പ്രതികരണം നടത്തരുത് എന്ന നിർദ്ദേശം KPCC നേതൃത്വം നൽകിയതായാണ് മനസ്സിലാക്കുന്നത്. പകരം ഇന്ന് ഈ വിഷയത്തിൽ സംസാരിച്ച രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ, ഒന്ന് രമേശ് ചെന്നിത്തലയും മറ്റൊന്ന് K മുരളീധരനുമാണ്. ഈ രണ്ട് നേതാക്കളും സുകുമാരൻ നായർ എടുത്ത നിലപാടിനെ തള്ളുന്നില്ല. അതായത് ഏതെങ്കിലും തരത്തിൽ പ്രൊവോക്ക് ചെയ്യുന്ന ഒരു മറുപടിയല്ല. നേരത്തെ വിനീത പറഞ്ഞ പോലെ വിഷയാധിഷ്ഠിതമാണ് എന്ന് പറയാനാണ് ശ്രമിക്കുന്നത്. പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ തന്നെ സുകുമാരൻ നായരെ കാണാനുള്ള ശ്രമം തുടങ്ങി എന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, റഹീസ് റഷീദും ശരത് എസ് എസും സായ് കുമാറുമാണ് വിവരങ്ങൾ നൽകിയത്.